ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറുപ്പത്തിൽ കോയമ്പത്തൂർ ഇല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ പോയാലും അമ്മയെ കൊണ്ട് ഉണ്ടാക്കാൻ പറയുന്ന ഒരു വിഭവമാണ് വെന്തയം ഇഡ്ഡലി. വെന്തയം അഥവാ ഉലുവ. ഈ ഉലുവ ഇഡ്ഡലി അമ്മ കോയമ്പത്തൂരിൽ നിന്ന് പഠിച്ചതാണ്. അവിടെ മുതൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഉലുവ ദോശയെക്കാട്ടിലും പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലായിട്ടും കഴിച്ചിരിക്കുന്നത് ഈ ഒരു ഇഡ്ഡലി തന്നെയാണ്. ആരോഗ്യത്തിന് വളരെ വളരെ നല്ല ഒരു വിഭവമാണ് ഈ വെന്തയം ഇഡ്ഡലി എന്ന് തമിഴ്നാട്ടിൽ പറയുന്ന ഈ ഒരു ഇഡ്ഡലി. നമ്മൾ ഉഴുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ഈ ഒരു ഉലുവ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. അമ്മയുടെ മെത്തേഡിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. പഴയകാല ഓർമ്മകളെല്ലാം തന്നെ എനിക്കതിൽ കൂടെ വരികയാണ്. കാരണം വീട്ടിൽ കണ്ണേട്ടനായാലും മക്കൾക്കായാലും ആ ഉലുവയുടെ മണം വരുമ്പോൾ ഇഷ്ടാവുന്നില്ല. അതിനൊരു പ്രത്യേകതരം ഫ്ലേവറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഉലുവയുടെ മണമൊന്നും ഇവർക്ക് ആ കുട്ടികൾക്കൊന്നും ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ്. പക്ഷെ എനിക്ക് ഇന്നേ ദിവസം വരയ്ക്കും, ഞാനിപ്പോൾ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ് മുതൽ ഞാനും കഴിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് ഒരിക്കലും അത് മടുപ്പും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഉലുവട ആ മണം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടേ ഇല്ല. എന്താണാവോ കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ നിങ്ങൾ വീട്ടിലുള്ളവർ വലിയ ആൾക്കാരാണെങ്കിലും നിങ്ങളൊന്ന് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. ഞാൻ ഇപ്പോൾ എൻ്റെ മക്കൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ മറ്റേ കുട്ടികളും കഴിക്കും എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല. പക്ഷെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കഴിച്ചിരുന്നു. ഇത് ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയാണ്. കഴിക്കാൻ പറ്റുമെങ്കിൽ, ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടാവും. ഓക്കെ, അപ്പോൾ വരൂ നമുക്ക് കാണാം അമ്മയുടെ സ്പെഷ്യൽ വെന്തയ ഇഡ്ഡലി. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം വെന്തയ ഇഡ്ഡലി. അടുത്ത ദിവസം ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് ലഞ്ചിന്. ആരും ഇല്ലാത്തപ്പോൾ, എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമാണല്ലോ ഇഷ്ടം. 1 ഗ്ലാസ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് ഇത് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ എങ്ങനെ വേണം ബ്രേക്ക്ഫാസ്റ്റിന്, ഡിന്നറിനോ, ലഞ്ചിനോ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്തോളിട്ടുള്ളൂ. അപ്പോൾ ഇഡ്ഡലി അരി തന്നെ എടുക്കണം. ഇതിൽ വേറെ കോംപ്രമൈസ് പറ്റില്ല. അപ്പം മാത്രമേ ആ ഇഡ്ഡലിക്ക് ആ സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് വരുള്ളൂ. ബിക്കോസ് നമ്മൾ ഉഴുന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അതിന് പ്രത്യേകമായിട്ട് ഇഡ്ഡലി അരി തന്നെ വേണം പറയണത്. ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഉലുവ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് അങ്ങോട്ട് കുതിർത്താൻ വെക്കുക. അടുത്ത ദിവസം രാവിലെ ആണ്, ഇതൊരു 5 മണിക്കാണ് ഞാൻ അരയ്ക്കാൻ പോണത്. ഇത് എൻ്റെ മിക്സർ ഗ്രൈൻഡറാണ്. ഇലക്ട്രോളിക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഞാൻ മിക്സർ ഗ്രൈൻഡർ യൂസ് ചെയ്യണത്. അല്ലാതെ എൻ്റെ അടുത്ത് ഗ്രൈൻഡർ ഇല്ല. ഇത് ഞാൻ ഇസ്താൻബുളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ സമയത്തൊക്കെ എനിക്ക് അവിടെ ഇത് തന്നെയായിരുന്നു ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല സൂപ്പറായിട്ട് അരയും. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ആണെങ്കിൽ മിക്സിയിൽ അരച്ചോളൂ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചോളൂ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പുളിച്ച മാവ്, ഓക്കെ, ദോശമാവോ ഇഡ്ഡലി മാവോ ഏത് വേണമെങ്കിലും ആവാം, പുളിച്ചതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ പാടില്ല. ജസ്റ്റ് ഒരു 1/2 കപ്പ് മാത്രം അങ്ങോട്ട് ഒഴിച്ചിട്ട് വീണ്ടും നല്ല പോലെ അരയ്ക്കാൻ തുടങ്ങുക. വെള്ളം പോലെ ആയിരിക്കണം. അതും പറഞ്ഞിട്ട് വെള്ളമല്ല, എന്നാലും ഒരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള വെള്ളം പോലെ ആയിരിക്കണം. അപ്പോൾ പാകത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കണം? നല്ല സോഫ്റ്റ് ആയിരിക്കണം, ഇതുപോലെ വെള്ളമായിരിക്കണം. അതുമാത്രമല്ല നല്ല മഷി പോലെ അരഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ രാവിലെ ഞാൻ 6 മണിയാവുമ്പോഴേക്കും അരച്ച് വെച്ചു. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം.
ഉച്ചയ്ക്ക് 1:30 മണി ആവുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് പുളിച്ചിട്ടുണ്ടാവും കേട്ടോളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സമയം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഫെർമെൻറ്റേഷൻ പീരിയഡ് കറക്റ്റ് ആക്കുക. അപ്പോൾ തലേ ദിവസം കുതിർത്ത് വെക്കുക, എന്നിട്ട് അരയ്ക്കുക. രാവിലെ ഉച്ചയാകുമ്പോഴേക്കും റെഡി. 1 മണി ആകുമ്പോഴേക്കും മാവ് ഇതുപോലെ ആയിരിക്കും പുളിച്ചിട്ടുണ്ടാവുക. ഇനി ഒന്നുമില്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ഇല്ലെങ്കിൽ ഈനോ എന്ന് പറയുന്ന ഫ്രൂട്ട് സോൾട്ടാണ് ഞാൻ ഇടുന്നത്. ഒരു 1/4 സ്പൂണ് ഫ്രൂട്ട് സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഏരിയേഷൻ കൊടുക്കുന്നത് ഇതിലാണ്. ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് നന്നായിട്ട് വരില്ല. ബേക്കിംഗ് സോഡയാണെങ്കിൽ ബേക്കിംഗ് സോഡ, ഈനോ ആണെങ്കിൽ ഈനോ, ഏതാണെന്ന് വെച്ചാൽ എടുത്തോളൂ. ഇവിടെ അമ്മ മുണ്ടും വേഷ്ടിയുടെ ഒരു പഴയ കറയായിട്ടുള്ള വേഷ്ടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇഡ്ലി തട്ടിന് പാകമായിട്ടുള്ള രീതിയിൽ തുണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മാവ് ഒഴിക്കാൻ പോകുന്നത് തുണിയിലാണ്. അല്ല, ഇനി തുണിയിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒഴിച്ചോളൂ. നല്ല വെള്ളം പോലെയുള്ള ചട്നി അരച്ചു വെക്കുക. ഇതിൻ്റെ ഇടയിൽ രാവിലെ ഒരു 8 മണിയായപ്പോൾ റവ ലഡു കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള റവ ലഡു ഞാൻ ഉണ്ടാക്കിയിട്ട് ബോക്സിലാക്കി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കറക്റ്റായിട്ട് അമ്മ മുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് നമ്മൾ ആ എന്താ പറയുക, തുണിയിൽ ഒഴിക്കുന്ന ഇഡ്ഡലിക്ക് അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ട്. അത് 100 എന്ത് തന്നെ നമ്മൾ പറഞ്ഞാലും ശരി, അത് നല്ല രുചി തന്നെയാണ്. അപ്പോൾ ആ തുണി വെള്ളത്തിൽ നനച്ചിട്ട് ഇഡ്ലി തട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, ഇത് സാധാരണ ഇഡ്ഡലി ഇങ്ങനെ ഒഴിച്ചാൽ തന്നെ ടേസ്റ്റാണ്. വെന്ത ഇഡ്ഡലി പറയേ വേണ്ട. നല്ല ആവിയിൽ ആ തുണിയിൽ വേവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലേവർ എന്ന് പറയണത് അത് നാടൻ ടച്ച് തന്നെ തരും. അപ്പോൾ ഇതേപോലെയാണ് തമിഴ്നാട്ടിൽ വെന്തയ ഇഡ്ലി എന്ന് പറയുന്നത് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാക്കണം. ഇതാ ഓരോ തട്ടിലും നമ്മൾ തുണി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഏത് തരം കോട്ടൺ തുണി ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കഴുകിയിട്ട് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ നിങ്ങളുടെ ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ വെന്തയ ഇഡ്ലി ഉണ്ടാക്കി നോക്കിട്ടോളിൻ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒഴിച്ചു. നമ്മൾ മുകളിലേക്ക് വെക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ തുണിയിൽ നിന്ന് വെള്ളം വീഴും. അതുകൊണ്ട് ഓരോ തട്ടേ വെക്കുന്നുള്ളൂ. ഇഡ്ഡലി വെക്കുക സാധാരണ പോലെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അല്ലാണ്ട് നമ്മൾ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. ഒരു 6-7 മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും തന്നെ നല്ല അസലായിട്ട് ബുസ്ക് എന്നുള്ള ഇഡ്ഡലിയാണ് റെഡി ആയിരിക്കുക. വളരെ ലൈറ്റ് ഫീലാണ്. എന്താ പറയുക, കുറേ കഴിച്ചു അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവില്ല. എടുത്തു കഴിഞ്ഞതും അമ്മ ചെയ്യണ പോലെ തന്നെ ചുറ്റും വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളത്തിൽ അതൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇഡ്ഡലി ആ തുണിയിൽ നിന്ന് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ തുണിയിലുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതല്ലാതെ മാന്തിപ്പറിക്കാൻ നിൽക്കരുത്. ഞാൻ 2ാമത്തെ ട്രിപ്പ് അമ്മ അവിടെ ചെയ്യുമ്പോഴേക്കും 2ാമത്തെ ട്രിപ്പ് ഇതേമാതിരി വെച്ച് എടുക്കണം. ഓരോ ട്രിപ്പിൽ 4 എണ്ണം വെച്ച് ആവുന്നതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് തന്നെയാണ്. അതുകൊണ്ട് പതുക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ വെള്ളം തെളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ വെന്തയ ഇഡ്ഡലി റെഡിയായി കിട്ടുക. ഞാനിത് എത്രയാണ് പ്രസവം കഴിഞ്ഞ് കഴിച്ചിരിക്കണമെന്നുള്ളതിന് എനിക്ക് കയ്യും കണക്കുമില്ല എൻ്റെ മക്കളെ. അത്രയ്ക്ക് രുചിയുള്ള ഒരു ഉള്ള ഒരു ഇഡ്ഡലി തന്നെയാണ്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് ഇത് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. എന്താ വെച്ചാൽ എൻ്റെ മക്കൾ കഴിക്കാത്തത് കൊണ്ട് എനിക്കിത് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അതിൽ പ്രശ്നം എന്നുള്ളത് എനിക്ക് അറിയണമില്ല. നല്ല രസമാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ. അതങ്ങോട്ട് വെള്ളം പോലുള്ള ചട്നിയോ സാമ്പാറോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടാ പറയും. മിനിമം ഒരാൾ 8-10 ഇഡ്ഡലി എങ്കിലും കഴിക്കും. അത്രയ്ക്ക് ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ സൂപ്പറായിട്ടുള്ള വെന്തയ ഇഡ്ഡലി ചട്നിയോട് കൂടിയിട്ട് സെർവ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക. എൻ്റെ ചട്നി കണ്ടുവല്ലോ എത്ര വെള്ളം പോലെയാണെന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കുഴച്ച് കഴിക്കണം. അതല്ലാണ്ട് ഒപ്പി കഴിക്കേണ്ട ഇഡ്ഡലി അല്ല. ഇതുപോലെ ആയിരിക്കും തമിഴ്നാട് സ്റ്റൈലിലുള്ള വെന്തയ ഇഡ്ഡലി. ചെറുപ്പത്തിലത്തെ ഓർമ്മ എനിക്ക് എന്ത് ഇഷ്ടമായത്. ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏത്തനൂർ പോകുമ്പോൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഇപ്പോൾ ഇതാ മക്കൾ സ്കൂളിലേക്കും പോയി, കണ്ണേട്ടൻ ഓഫീസിലേക്കും പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഉണ്ടാക്കി. സൂപ്പർ സോഫ്റ്റ്, പഞ്ഞി പോലെ
ഇങ്ങനെ അലിഞ്ഞു പോവും. ഇത് അതോ എത്ര കഴിച്ചാലും. ഞാനിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടേ ഉള്ളൂ, രണ്ടാമത്തെ ആയിക്കൊണ്ടിരിക്കണം. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഹെൽത്തിയാണ്. മോശം. നമ്മുടെ അടുത്ത് എപ്പോൾ പോയാലും ഞാനിത് ഉണ്ടാക്കാൻ പറയണ ഒന്നാണ്. അപ്പോൾ കഴിക്കട്ടെ, ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു റെസിപ്പിയുമായി. Till then, take care and bye-bye. Vinny's Kitchen.